തിരുനെല്ലിയിലൊക്കെ നമുക്ക് ഇതുപോലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയും. അല്ല, ഈ തിരുനെല്ലി കൊണ്ടുപോകണത് എന്താ വെച്ചാൽ പലരും വിഷയം എന്താ വെച്ചാൽ തിരുനെല്ലി കൊണ്ടുപോയി ആക്കുക, തിരുനെല്ലി കൊണ്ടുപോയി ആക്കിയ കാരണം നമ്മളെ ബുദ്ധിമുട്ട് കഴിഞ്ഞു, പിന്നെ നമുക്ക് ശല്യം ഉണ്ടാവില്ല. അതായത് ഇവിടെ നിന്ന് ആവാഹിച്ച് നമ്മൾ തിരുനെല്ലി കൊണ്ടുപോയി ആക്കുക, അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ശല്യം കഴിഞ്ഞു എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. സത്യത്തിൽ അത് ശുദ്ധ മണ്ടത്തരാണ്. തിരുനെല്ലിയിൽ കൊണ്ടുപോകണത് എന്താ വെച്ചാൽ ഈ പ്രതിമയിലേക്ക് ആവാഹിച്ച, അതായത് പ്രേതത്തിന് ഇതിൻ്റെ ദുരിതം ആവാഹിച്ച അതിനെ സായുജ്യാക്കിയിട്ട് ആ മോക്ഷപ്പം തന്നെ കൊടുക്കും, തിരിച്ചുവിടും. അത് നിന്നിരുന്ന സ്ഥലമാണല്ലോ, അതായത് ഈ പ്രതിമയിലാണല്ലോ നിന്നത്, അതുകൊണ്ടാണ് അതിനെ അവിടെ കൊണ്ടുപോയാക്കുന്നത്. അല്ലാണ്ട് ഈ പ്രേതത്തിനൊന്നും ഇതിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോകാൻ കഴിയില്ല. ചിലർ പറയാണ്ട് മാനന്തവാടി വെച്ചിട്ട് അച്ചച്ചൻ്റെ പ്രേതം ചാടിപ്പോയി എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. ഒരാത്മാവിനും അങ്ങനെ തിരുനെല്ലി കൊണ്ടുപോയി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തിരുനെല്ലി കൊണ്ടുപോയി കൊടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളത് കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുത, അതായത് അതിൻ്റെ പ്രതിമ, അത് ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ശവമാതിരിയാണ് അതിൻ്റെ, കാരണം അവിടെ വെക്കാൻ പാടില്ല. അപ്പം അതിനെ കൊണ്ടുപോയിട്ട് ഒരു നല്ല സ്ഥാനത്ത് കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാന്റെ ഇതിൽ ഇതാക്കുക, അതാണ് സംഭവം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.